ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1991 വർഷത്തിൽ പുറത്തിറങ്ങിയ ബാബു ആന്റണി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. വില്ലൻ വേഷങ്ങളിൽ നിന്ന് നായക വേഷങ്ങളിലേക്കും ക്യാരക്ടർ റോളിലേക്കും ബാബു ആന്റണി മാറിയൊരു വർഷമായിരുന്നു 1991 കടന്നുപോയത്. ആകെ 4 മലയാള ചിത്രങ്ങളിലാണ് 91 ബാബു ആന്റണി അഭിനയിച്ചത്. ഇതുകൂടാതെ ബാബു ആന്റണി അക്കാലത്ത് തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 91 ബാബു ആന്റണി അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 22 തിയേറ്ററുകളിലെത്തിയ സുരേഷ് ഗോപി നായകനായ കുറ്റപത്രം. സുധാദേവി ഫിലിംസ് നിർമ്മിച്ച് ആർ ചന്ദ്രു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബാബു ആന്റണി തരക്കേടില്ലാത്തൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. നിരവധി വില്ലന്മാർ ഒരുമിച്ച ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ഈ എന്റർടൈനർ ചിത്രത്തിൽ ശ്രീജയായിരുന്നു സുരേഷ് ഗോപിയുടെ നായികയായി എത്തിയത്. ബാബു ആന്റണിക്ക് ഈ ചിത്രത്തിലെ വേഷം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തു. സുരേഷ് ഗോപി, ബാബു ആന്റണി എന്നിവരെ കൂടാതെ ഇന്നസെന്റ്, ബൈജു, മഹേഷ്, രാജൻ പി ദേവ്, ഗണേഷ് കുമാർ, ജലജ, കൊല്ലം തുളസി, ശിവാജി, വിജയരാഘവൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ചിത്രം കൂടിയായിരുന്നു കുറ്റപത്രം. ആർ ചന്ദ്രു തന്നെ കഥയും തിരക്കഥയും ഒരുക്കിയ കുറ്റപത്രം തരക്കേടില്ലാത്ത ആക്ഷൻ ചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായ വിജയം കൈവരിച്ചില്ല. സുരേഷ് ഗോപിയുടെ തകർപ്പൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രാജാമണിയായിരുന്നു. 91 ബാബു ആന്റണി അഭിനയിച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു ജൂൺ 27 തിയേറ്ററുകളിലെത്തിയ മൾട്ടി സ്റ്റാർ ചിത്രം കൂടിക്കാഴ്ച. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഈ ഫാമിലി ആക്ഷൻ എന്റർടൈനറിൽ ജയറാം, ജഗദീഷ്, ബാബു ആന്റണി, സുകുമാരൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആക്ഷനും അതോടൊപ്പം ഒരു ഹീറോ ഇമേജും ബാബു ആന്റണിക്ക് നേടിക്കൊടുത്ത ഒരു ചിത്രമായിരുന്നു കൂടിക്കാഴ്ച. മൾട്ടി സ്റ്റാർ ഫാമിലി ആക്ഷൻ എന്റർടൈനർ ചിത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു കാലമായിരുന്നു 91 ജൂണിൽ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടി മികച്ച കളക്ഷൻ അക്കാലത്ത് സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ഒരു ചിത്രമായിരുന്നു കൂടിക്കാഴ്ച. ബാബു ആന്റണിക്കും ഈ ചിത്രത്തിന്റെ വിജയം ഏറെ നേട്ടമായി. പ്ലാസ സിനിമ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം കലു ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചത്. ഉർവശി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ചിത്ര, ഉഷ, പ്രതാപചന്ദ്രൻ, ശിവജി, സന്തോഷ്, ബാബു നമ്പൂതിരി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. 1991 ബാബു ആന്റണി അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു ആഗസ്റ്റ് 2 തിയേറ്ററുകളിലെത്തിയ ഓഫ് ബീറ്റ് ചിത്രം അപരാഹ്നം. വളരെ കുറച്ച് റിലീസിംഗ് സെന്ററിൽ മാത്രം റിലീസ് ചെയ്ത അപരാഹ്നം ഒരു അവാർഡ് ചിത്രം എന്ന ലേബലായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. MB സുകുമാരൻ നായർ സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൽ ബാബു ആന്റണിക്ക് മികച്ച ക്യാരക്ടർ വേഷങ്ങളും തനിക്ക് ചേരുമെന്ന് തെളിയിക്കപ്പെട്ടു. ജലജ, കവിയൂർ പൊന്നമ്മ, മുരളി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം കൊമേഴ്സ്യൽ ചേരുവകളില്ലാതിരുന്നതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ യാതൊരു ശ്രദ്ധയും നേടിയില്ല. സംവിധായകനായ MP സുകുമാരൻ നായർ തന്നെ തിരക്കഥാ സംഭാഷണം കൂടാതെ നിർമ്മാണവും നിർവഹിച്ച ഈ ചിത്രം ഏറെ നിരൂപക ശ്രദ്ധ നേടുകയുണ്ടായി. 91 ബാബു ആന്റണി അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു നവംബർ 29 റിലീസ് ചെയ്ത സുരേഷ് ഗോപി നായകനായി എത്തിയ ചക്രവർത്തി. ഈ ചിത്രത്തിൽ ബാബു ആന്റണി ഒരു വില്ലൻ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. സിയോൺ മൂവീസിന്റെ ബാനറിൽ A ശ്രീകുമാർ നിർമ്മിച്ച ഈ ചിത്രവും ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. ക്യാപ്റ്റൻ രാജു, സുകുമാരൻ, മനോജ് കെ ജയൻ, രാജൻ പി ദേവ് തുടങ്ങി ഒരുപിടി വില്ലന്മാർ ഒരുമിച്ച ഈ ചിത്രം സാമ്പത്തികമായി വിജയമായിരുന്നില്ല. സ്ഥിരം ആക്ഷൻ ടെംപ്ലേറ്റിൽ ഒരുക്കി യാതൊരു പുതുമയും അവകാശപ്പെടാനില്ലാത്ത ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് സംവിധായകനായ A ശ്രീകുമാർ തന്നെയായിരുന്നു. കസ്തൂരി ആദ്യമായി മലയാളത്തിൽ നായികയായി എത്തിയ ചക്രവർത്തിയിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് PC ശുശിയായിരുന്നു. ആകെ സമ്മറി നോക്കുമ്പോൾ 91 ബാബു ആന്റണി അഭിനയിച്ച 4 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങളിൽ സുരേഷ് ഗോപി നായകനായി എത്തി, ഒരു ചിത്രത്തിൽ ജയറാം അഭിനയിച്ചു. ഇതിൽ കൂടിക്കാഴ്ച ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ ബാക്കി 3 ചിത്രങ്ങളും സാമ്പത്തികമായി പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ 91 ബാബു ആന്റണിയുടെ സക്സസ് റേഷ്യോ 25% ആണ്. ഇത്രയുമാണ് 1991 ബാബു ആന്റണി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.